പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും പരിത്യാഗ പ്രവർത്തനങ്ങളുടെയും നമുക്ക് വേണ്ടി സഭ നമ്മളെ വിശദീകരിക്കാനായിട്ട് നൽകിയിട്ടുള്ള ഏറ്റവും വിശിഷ്ടമായ ദിനങ്ങളാണ് വലിയ നോയമ്പ് കാലഘട്ടം. ആണ്ടുതോറും നമ്മുടെ ജീവിതത്തെ പരിശോധിച്ച് മനസ്സിലാക്കാനും തെറ്റുകളും പോരായ്മകളും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തിരുത്തി മുന്നോട്ട് പോകാനായിട്ടുള്ള ഏറ്റവും വലിയ അവസരമാണ് വലിയ നോയമ്പ് കാലഘട്ടം. നെറ്റിയിൽ ചാരം പൂശി മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ നീ പിന്തിരിയും എന്നുള്ള ദൈവത്തിൻ്റെ വചനങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു അനുരഞ്ജന ശുശ്രൂഷയിലൂടെ നമ്മൾ വലിയ നോയമ്പ് കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുക. നോയമ്പ് കാലത്തിലെ ആദ്യത്തെ ഞായറാഴ്ച സഭ നമുക്ക് നൽകുന്ന വചനഭാഗം മരുഭൂമിയിലെ യേശുവിൻ്റെ പ്രലോഭനങ്ങളാണ്. ഒരുപക്ഷെ യേശുവിൻ്റെ ഈ പ്രലോഭനങ്ങൾ ആരും നിന്ന് നേരിട്ട് കണ്ടിട്ടില്ല, ദൃക്സാക്ഷികളുമില്ല. ഒരുപക്ഷെ പിന്നീട് യേശു തൻ്റെ അനുഭവം അപ്പോസ്തലന്മാരുമായിട്ട് പങ്കുവച്ച് അതുകൊണ്ടാണ് നമുക്ക് ഈ വിവരണങ്ങൾ ലഭിച്ചത്. പ്രലോഭനങ്ങൾ ധാരാളമുണ്ട് യേശുവിൻ്റെ ജീവിതത്തിൽ. നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമായിട്ട് തരാൻ ആവശ്യപ്പെടുക എന്ന് സാത്താൻ്റെ പ്രലോഭനം. യേശു അതിന് മറുപടി പറയുന്നു, മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല, മറിച്ച് ദൈവത്തിൻ്റെ അതിരുകളിൽ നിന്ന് പൊഴിയുന്ന ഓരോ വചനം കൊണ്ടാണ് ജീവിക്കുന്നത്. നീ ദൈവപുത്രനാണെങ്കിൽ ഈ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുക, നിന്നെ സംരക്ഷിക്കാൻ മാലാഖന്മാർ താഴെ നിൽപ്പുണ്ട് എന്ന് സാത്താൻ്റെ പ്രലോഭനത്ത് യേശു അതിന് മറുപടി പറയുന്നുണ്ട്. നിന്റെ ദൈവമായ കർത്താവിനെ നീ ഒരിക്കലും പരീക്ഷിക്കരുത്. മൂന്നാമത് ഈ ലോകം മുഴുവനും കാണിച്ചിട്ട് നീ എന്നെ ഒന്ന് ആരാധിക്കണമെന്ന് സാത്താൻ ആവശ്യപ്പെടുകയാണ്. യേശു അതിന് മറുപടി പറയുന്നു, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ, പൂജിക്കാവൂ എന്നുകൂടി എഴുതപ്പെട്ടിട്ടുണ്ട്. വചനം പറയുന്നു, പ്രലോഭനങ്ങൾ കഴിഞ്ഞപ്പോൾ സാത്താൻ തൽക്കാലത്തേക്ക് യേശുവിനെ വിട്ടുപോയെന്ന്. ഈ സാത്താൻ തന്നെ ഒരുപക്ഷെ ഫരിസേയ പ്രമാണിമാരുടെയും നിയമജ്ഞരുടെയും വേഷത്തിൽ യേശുവെക്കുറിച്ച് തൂങ്ങിക്കിടക്കുമ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട്, നീ ദൈവത്തിനാണെങ്കിൽ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വരിക. വചനത്തിൻ്റെ ശക്തിയും പ്രാർത്ഥനയുടെ ശക്തിയും ഉപവാസത്തിൻ്റെ ശക്തിയും യേശുവിനെ ഈ പ്രലോഭനങ്ങൾ മറികടക്കാനായിട്ട് സഹായിച്ചു എന്നതാണ് വചനം നമ്മളെ സാക്ഷ്യപ്പെടുത്തുക. ഒരുപക്ഷെ ഈ ലോകത്തിൽ തിന്മയുടെ ശക്തികൾ ധാരാളമായിട്ടുണ്ട് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. പ്രത്യേകിച്ച് വലിയ നോയമ്പ് കാലഘട്ടത്തിൽ ഈ തിന്മയുടെ ശക്തിയിൽ മറികടക്കാൻ യേശുവിനെ പോലെ ദൈവത്തോടു കൂടെ ആയിരുന്നു ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും പ്രായശ്ചിത്ത പ്രവൃത്തികളിലൂടെയും മറികടക്കാനായിട്ടുള്ള വലിയ അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒപ്പം ഈ വലിയ നോയമ്പ് കാലഘട്ടം ശരിയായ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സർവേശ്വരൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.